ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ശരീരം ഇവിടേക്ക് എത്തിക്കും. ഷാഫി പറമ്പിൽ MLA, രമ MLA ഉണ്ട്. ഒപ്പം തന്നെ നമ്മളോടൊപ്പം മന്ത്രിയും സതീഷ് കാർവാർ MLA, സതീഷ് കൃഷ്ണസേലും അടക്കമുള്ളവരാണ് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് സാനിയോ, ബന്ധുക്കളെല്ലാവരും 2 ദിവസം മുൻപേ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു 7-8 ദിവസം ഈ ബന്ധുക്കളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ബന്ധുക്കളും ഇന്നലെയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനി ആരെയും പ്രത്യേകിച്ച് കാക്കാനൊന്നുമില്ല. ഇല്ല, ഇനിയിപ്പോൾ നാട്ടുകാർ കണ്ടു കഴിഞ്ഞതിന് ശേഷം മൃതദേഹം ചിതയിലേക്ക് എടുക്കും. ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. കാരണം 75 ദിവസങ്ങളായി കാത്തിരിക്കുന്നു. എല്ലാ ആളുകളും ഇവിടെയുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ വീട് ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞ 75 ദിവസമായി വീട് ഉറങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇന്നലെ രാത്രി വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ കുടുംബക്കാരും ബന്ധുക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കാത്തിരുന്ന് ഇവിടെയൊക്കെ ഒരുക്കുന്നു. അതായത് അർജുൻ ഒരുക്കിപ്പോയ ഒരു വീടാണത്. ആ വീട് വീണ്ടും ഭംഗിയോടെ അലങ്കരിച്ചും അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചും അത്യാവശ്യ സാധനങ്ങളൊക്കെ എത്തിച്ചും അങ്ങനെയൊക്കെ കൂടെ നിൽക്കുന്ന ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെയും ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും കണ്ടതിന് ശേഷം മറ്റാരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. കാരണം അവരെല്ലാവരും ഒരുപാട് മണിക്കൂറുകളായി, ഒരുപാട് ദിവസങ്ങളായി കാത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ജനാവലിക്ക് ഇത് കണ്ടു കഴിയാൻ ഒരുപാട് സമയമെടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഏതായാലും ചിതയിലേക്ക് എടുക്കാൻ പോവുക. ആ ഒരു നിമിഷത്തിന് വേണ്ടി, അതായത് ആദ്യം വീട്ടിനുള്ളിലേക്ക് കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിനുള്ളിൽ കയറ്റിയതിന് ശേഷം അവർക്ക് സ്വാഭാവികമായും സംസാരിക്കാനുണ്ടാകും. നമുക്കറിയാം എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അമ്മയ്ക്കും ഭാര്യയ്ക്കും സഹോദരിമാർക്കും അച്ഛനും എല്ലാവർക്കും പല കാര്യങ്ങളും പറയാനും വിതുമ്പാനും അവരുടെ അടുത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാകും. ആ ഒരു വൈകാരിക നിമിഷം സ്വാഭാവികമായും നമുക്കറിയാം. പക്ഷേ നമുക്കാർക്കും ആ വൈകാരിക നിമിഷം നമ്മൾ പകർത്തേണ്ട എന്ന് തീരുമാനിച്ചതാണ്. ഏതായാലും ആ ഒരു സാഹചര്യത്തിന് ശേഷമായിരിക്കും പുറത്തേക്ക് മാറ്റി ശേഷം ഇവിടെ കാത്തു നിൽക്കുന്ന, മണിക്കൂറുകളായി ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന, രാവിലെ 6 മണി മുതലൊക്കെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും ചിതയിലേക്ക് എടുക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുക. വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു പക്ഷേ കേരളവും നമ്മുടെ സമൂഹവും ഒരു ജനപ്രതിനിധിയെ യാത്ര അയക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത്രയും അധികം ആളുകൾ തിങ്ങിക്കൂടുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് പാർട്ടിയുടെ പേരിലുള്ള പാർട്ടിയുടെ വിശ്വാസികൾ, ആ MLAയോ ജനപ്രതിനിധിയോ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇടപെട്ടതിൻ്റെ പേരിലൊക്കെ ആ ജനപ്രതിനിധിയെ യാത്ര അയക്കാൻ വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണ ലോറി ഡ്രൈവർ മാത്രമായിരുന്ന നമ്മുടെയൊക്കെ ഇടയിൽ എല്ലാ നാടുകളിലും എല്ലാ മനുഷ്യർക്കൊപ്പവും ജീവിച്ച ഒരു സാധാരണക്കാരൻ മാത്രമായി നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ യാത്ര അയക്കാൻ മലകൾ ഇറങ്ങി വന്ന മനുഷ്യരുണ്ട്, തീരം കടന്നു വന്ന മനുഷ്യരുണ്ട്. ഒരുപാട് പേർ പലയിടങ്ങളിൽ നിന്ന് വരികയാണ്. ഇതിൻ്റെ ഭാഗമാകണം. കഴിഞ്ഞ 70 ദിവസമായുള്ള കാത്തിരിപ്പ് നമ്മൾ എങ്ങനെയാണോ അനുഭവിച്ച് തീർത്തത്, ആ അനുഭവം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനപ്രതിനിധികളടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേരുന്നു. സതീഷ് കൃഷ്ണസേലും ഈ വീട്ടിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കുടുംബത്തെ അവർ കാണേണ്ടതുണ്ട്. ഇവരൊന്നും നേരിട്ട് പലരും കണ്ടിട്ടില്ല. അഞ്ജുവും ജിതിനും അഭിജിത്തും അല്ലാതെ ഈ ജനപ്രതിനിധികളെ നേരിട്ട് ഇവരാരും കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ നേരിട്ട് ഈ ജനപ്രതിനിധികളെ ഇവർ കാണുന്നു. ഒപ്പം തങ്ങൾ 70 ദിവസമായി തിരിഞ്ഞുകൊണ്ടിരുന്ന അർജുൻ്റെ ഭൗതിക ശരീരവും അവിടെ വരുന്നു എന്നുള്ളതാണ്. ആ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ അത് തുറന്ന് കാണാനൊന്നും സാധ്യമല്ല. അദ്ദേഹത്തിനോടൊപ്പം വെച്ചിരിക്കുന്ന ഒരു ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളടങ്ങിയ പേടകത്തിൽ ഒന്ന് തൊട്ട് വന്നിച്ച് ഈ കാത്തിരിപ്പിൻ്റെ യാത്രയും ബുദ്ധിമുട്ടും സങ്കടവും എല്ലാം അവസാനിപ്പിച്ചു പോകണം എന്നതാണ്.